ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർക്കോ സിനിമേൻ്റെ കുറച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം സിനിമ ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു 6ാമത്തെ ദിവസം അങ്ങനെ എന്തോ ഞാൻ കണ്ടത്. സോ ഇപ്പം കുറച്ചും കൂടിയൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കാരണം ഫാമിലിക്ക് കാണാൻ പറ്റുമോ ചോദിച്ചാൽ ഫാമിലിക്ക് കാണാൻ പറ്റുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ ചില ഇപ്പം ഓരോ മനുഷ്യരും വേറെ വേറെ വ്യത്യാസമുള്ള ആൾക്കാരാണ്. ഇപ്പം എല്ലാവർക്കും എല്ലാം ഉൾക്കൊണ്ടോണമെന്നില്ല. ഇപ്പം ചില ആൾക്കാർ ഇങ്ങനെ ചില സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചില കൊല്ലുന്ന സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ കൊല്ലാൻ വേണ്ടി തോന്നും. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഒരു സിനിമയായിട്ട് കാണുന്ന അതിപ്പം ഒരു പക്വതയുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മാർക്കോ. അല്ലാതെ ഇപ്പം അവർ കണ്ടുകൊണ്ട് അപ്പം ഒരു കുഴപ്പമില്ല. നമ്മളിപ്പം ഇതിനെക്കാട്ടി വലിയ വയലൻസ് ആയിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുന്നവരാണെങ്കിൽ എന്തായാലും കാണാം. പക്ഷെ പല കുട്ടികളും എനിക്കറിയാം കുട്ടികൾ കാണരുതാണ്, അവർ കാണേണ്ട ആവശ്യമില്ല. അവർ പിന്നെ OTT വരുമ്പോൾ എന്തായാലും അവർ കാണുമായിരിക്കും. പക്ഷെ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാതെ ഇരിക്കാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കാട്ടി വലിയ പടങ്ങൾ കാണുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം വളരെയധികം ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ കണ്ടറിയാം. ഇപ്പം എന്താ പറയുക, ഒരു കയറൊക്കെ വെച്ചിട്ട് നമ്മൾ തലയൊക്കെ കട്ട് ചെയ്ത് പോകണം, അങ്ങനത്തെ ഒരുപാട് സിനിമകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് മാർക്കോ. വലിയ ഒരു സീനൊന്നും, അങ്ങനത്തെ വലിയ സീൻ പറഞ്ഞാൽ ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ ഇങ്ങനെ കീറി മുറിച്ചിട്ട് കുട്ടിയെ എടുക്കുന്ന ആ ഒരു സീൻ ഒഴിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ സീനും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സീൻ തന്നെയാണ്. അത്ര വലിയ വയലൻസ് ഒന്നുമില്ല. അത്ര വലിയ വയലൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് കട്ടാക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് നമുക്ക് OTT നോക്കിയാൽ മതി. അതായത് ഇപ്പം ഈ സിനിമയിൽ എന്തായാലും അങ്ങനത്തെ സീനൊന്നും കൊടുത്തിട്ടില്ല. തിയേറ്ററിൽ നമുക്ക് ധൈര്യമായിട്ട് പോയി കാണാം കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് വലിയ സീനൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഹൃദയം എടുക്കുന്നൊരു സീനുണ്ട് വില്ലൻ്റെ, അതെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഹൃദയം കുത്തി തുറന്നെടുക്കുന്ന അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഹൃദയം എടുത്ത് കൈ പിടിക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുള്ളൂ. അത് ഒറിജിനൽ ഹൃദയമാണോ തന്നെ നമുക്ക് അറിയില്ല. ചിലപ്പം എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതായത് ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പം ഒരു മരിച്ച ആളെ ബോഡീനെടുത്ത ഹൃദയമാണോ ആയിക്കണമെന്നില്ല, ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഹൃദയമായിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്കിതിൻ്റെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിൻ്റെ ബന്ധമുണ്ടോ, അതായത് മാർക്കോ ജൂനിയർ ഈ ഒരു സിനിമയും അതുപോലെ തന്നെ മിഖായലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിഖായൽ അതുപോലെ തന്നെ മാർക്കോ ബന്ധമുണ്ടാവാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ മാർക്കോ തന്നെയാണ്. മിഖായലിലും മാർക്കോ ഉണ്ട്, ഇവിടെയും മാർക്കോ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മിഖായൽ സ്റ്റോറീനെക്കായിട്ട് മുന്നേ നടക്കുന്ന സ്റ്റോറിയാണ്. പക്ഷേ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി, ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളും കൂടി ഉണ്ട്. എന്താ വെച്ചാൽ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാറുകൾ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കാറുകൾ എന്ന് പറഞ്ഞാൽ അത്ര പഴക്കമുള്ളവരല്ല. അതുപോലെ തന്നെ നമുക്ക് അതിലുപയോഗിച്ചിട്ട് പഴയ എനിക്കൊന്ന് ഡസ്റ്റർ അങ്ങനെ തോന്നുന്നു കേട്ടോ. ആ ഒരു കാറൊക്കെയാണ് തന്നെ നമുക്ക് പണ്ട് ഇപ്പോൾ അത്രയ്ക്ക് വലിയ പഴക്കമുള്ള കാറൊന്നുമല്ല. 2020 മോഡലായിട്ടാണ് തോന്നുന്നു. സോ 2020ഉം മിഖായൽ ഇറങ്ങിയ വർഷവും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അതൊന്നും പൊരുത്തപ്പെട്ട് പോകുന്നില്ലെങ്കിലും എന്തായാലും മിഖായലിനെക്കാട്ടി മുന്നേ നടക്കുന്ന സ്റ്റോറി തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം മിഖായൽ മാർക്കോ മരിക്കുന്നുണ്ട്. സോ ഇതിൽ മാർക്കോ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മിഖായലിന് മുമ്പ് ഉള്ള സ്റ്റോറി ഒരു മിനിമം ഒരു 15 വർഷമെങ്കിലും മുന്നുള്ള സ്റ്റോറി ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാർക്കോയിലുള്ള ഈ ഒരു ചെറിയ കുട്ടി ഇപ്പം ലാസ്റ്റ് എല്ലാവരും മരിച്ചിട്ട് ഈ ഒരു മാർക്കോയിൽ അവശേഷിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അതായത് ഇപ്പം മാർക്കോയിൻ്റെ ആ ഒരു സഹോദരൻ്റെ കുട്ടി, ചെറിയ കുട്ടി, അതാണ് നമ്മുടെ ഈ ഒരു മിഖായൽ വരുന്ന കുട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇത് സ്പോയിലറാണ് കേട്ടോ. ഇതിപ്പം ഒരിക്കലും സിനിമ കാണാത്തവരാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. സിനിമ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥാപാത്രങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവിക്കണമെന്നില്ല. സോ അങ്ങനെ കാണാത്തവരാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ കാണണ്ട, സിനിമ കണ്ടിട്ട് കണ്ടാൽ മതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു കുട്ടി, അതായത് ഇപ്പം മാർക്കോയിൽ ഈ ഒരു സിദ്ദിഖിൻ്റെ ഒരു ബ്രദറാണ് തോന്നുന്നു. ബ്രദറിൻ്റെ ഒരു മോനായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. മോനായിട്ടാണ് ഈ ചെറിയ കുട്ടി അവശേഷിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരെയും കൊല്ലുന്നുണ്ട്, വില്ലൻ കൊല്ലുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഈ ഒരു കുട്ടിയാണ് മിഗായൽ വരുന്നത്. അത് മിഗായൽ ഒരു ചാടി മരിക്കുന്ന കുട്ടിയല്ലേ കെട്ടിടത്തിൻ്റെ മുകളിൽ. ആ കുട്ടി മരിച്ചിട്ടാണല്ലോ ഫുള്ള് സീനായിട്ട് മറ്റേ ഒരു പെൺകുട്ടീനെ കൊല്ലാൻ നോക്കുന്നത്. നിവിൻ പോളിൻ്റെ സിസ്റ്ററെ കൊല്ലാൻ നോക്കുന്നത് ഈ ഒരു കുട്ടീനെ കൊന്നതോടാണ്. അപ്പോൾ ആ കുട്ടീനെ കൊന്നതുകൊണ്ട് ഇത്രയ്ക്ക് വലിയ വൈരാഗ്യം വരണം എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ഉണ്ണിമൂന്ന് രക്ഷിച്ച കുട്ടി തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ ഉണ്ണിമൂന്ന് കഷ്ടപ്പെട്ടിട്ട് അടിയൊക്കെ ഉണ്ടാക്കി സൈറസിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് രക്ഷിച്ച കുട്ടിയാണ് ആ ചെറിയ കുട്ടി. ആ ചെറിയ കുട്ടീനെ വലുതാക്കി 10-15 വർഷം നോക്കി വലുതാക്കിയിട്ട് ആ ഒരു സ്കൂളിൽ പഠിക്കാൻ അയച്ചപ്പം ഈ നിവിൻ പോളിൻ്റെ അനിയത്തി ഇങ്ങനെ കാണിച്ചിട്ട് കൊന്നു കളഞ്ഞാൽ ആർക്കാലും ചൂടാവില്ലേ. സോ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന കുട്ടീനെ അതുപോലെ തന്നെ ഉണ്ണിമൂന്തനും വളർത്തിക്കൊണ്ടുവന്ന കുട്ടീനെയാണ് ഈ ഒരു നിവിൻ പോളിൻ്റെ സിസ്റ്ററും ഈ ഒരു പ്രവൃത്തി കൊണ്ട് മരിച്ചു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും ചൂട് വരുന്നത് കേട്ടോ, അത്രയും ദേഷ്യം വരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭയങ്കരമായിട്ട് ഒരു നിവിൻ പോളിൻ്റെ സിസ്റ്ററെ ആക്രമിക്കാനൊക്കെ പോകുന്നത്, സിദ്ദിഖായാലും അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനായാലും. പിന്നെ ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ സഹായമായിട്ട് വരുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് എനിക്കറിയില്ല. ആ ആൾ കൈ വെട്ടുന്നുണ്ട് മാർക്കോയിൽ. ലെഫ്റ്റ് കൈ അരിയും, ലെഫ്റ്റ് കൈ മറ്റേ മെഷീൻ കൊണ്ട് അരിയുന്നുണ്ട്. ആ ആൾ തന്നെയാണ് മിഗായലിനെ 2 കൈയും കൊണ്ട് വരുന്നത്. 2 കൈയും ഉപയോഗിച്ചിട്ട് മിഗായൽ അയാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മിഗായലും ഈ ഒരു മാർക്കോൻ്റെ സഹായമായിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. സോ അതെങ്ങനെ ഒരാളെ കൈ വെട്ടിയിട്ട് പിന്നെ ആ മാർക്കോൻ്റെ ലാസ്റ്റിലും ആ ആൾക്ക് ലെഫ്റ്റ് കൈ ഇല്ല, പിന്നെ തുന്നി ചേർത്തിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് മിഗായൽ ഇയാൾക്ക് കൈ വന്നത്? 2 കൈയിനും കുഴപ്പമില്ലാതെ ഒന്നും എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. സോ അതാണ് ഇത് രണ്ടും ഡിഫറെൻറ്റ് സ്റ്റോറി ആണെന്നുള്ളൊരു സംശയം വരാനുള്ള കാരണം. ഒരിക്കലും ഈ ഒറ്റ ഇതുകൊണ്ടാണ് കേട്ടോ. വേറെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഈ ഒരു വില്ലൻ്റെ അതായത് നമ്മളെ ഈ ഒരു മാർക്കോൻ്റെ സഹായിൻ്റെ ഈ കയ്യിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ്. ബാക്കിയെല്ലാം ഓക്കെ. സിദ്ദിഖിൻ്റെ മോനായിട്ടാണ് ആ ഒരു മറ്റേ ചെറിയ കുട്ടീനെ കാണുന്നത് മരിച്ചു പോകുന്നത്. അതായത് കെട്ടിടത്തിന് മുകളിൽ ചാടുന്ന ആ കുട്ടി സിദ്ദിഖിൻ്റെ മോനായിട്ടാണ്. അത് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് മോനായിട്ട് തന്നെ കണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു സീൻ മാത്രമാണ് പൊരുത്തപ്പെട്ട് പോകാത്തത്. അതെന്തായിരിക്കും? ആ കൈ പിന്നെ തുന്നി ചേർത്തതാണോ? അല്ലെങ്കിൽ ചിലപ്പം അത് മാത്രം മനസ്സിലാവില്ല. ബാക്കിയെല്ലാം ഓക്കെ, നമുക്കത് നോക്കിയെടുക്കാം. പക്ഷെ അത് മാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സിനിമയിൽ മാർക്കോയിൽ കൈ പോയ ആൾ മിഗായൽ എങ്ങനെ പിന്നെ കൈ വന്നു, അതാണ് കറക്റ്റ് ആവാത്തത്. ബാക്കിയെല്ലാം നമുക്ക് ഒരു ബന്ധപ്പെടുത്തി നോക്കാം. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മാർക്കോയിൽ ഇത്രയും ശക്തനായിട്ടുള്ള ഒരാൾ, അതായത് പിന്നീന്ന് ഒരാൾ അടിക്കാൻ വന്നാൽ പോലും എടുത്തെടുത്ത് അടിക്കുന്ന ഒരാൾ നിവിൻ പോളിൻ്റെ കൈ കൊണ്ട് ജസ്റ്റ് മരിച്ചു പോയി എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പം നിവിൻ പോളിൻ്റെ നിവിൻ പോളിൻ്റെ ആ ഒരു മിഗായൽ സിനിമയിൽ ഉണ്ണിമുകുന്ദൻ മരിച്ചതായിട്ടൊന്നും കാണിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു മരിച്ചു എന്ന് പറയുന്നു. ചിലപ്പം ഉണ്ണിമുകുന്ദൻ്റെ ആളാണെങ്കിലോ, അതായത് മാർക്കോവിൻ്റെ ആളാണെങ്കിലോ അപ്പം ഡോക്ടർ ഉണ്ണിമുകുന്ദൻ മരിച്ചു എന്ന് ജസ്റ്റ് വെറുതെ പറഞ്ഞതാണെങ്കിലോ, ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഈ മാർക്കോ മരിച്ചിട്ടില്ലെങ്കിലോ മിഗായല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു നിവിൻ പോളി വേഴ്സസ് അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ ഒരു സ്റ്റോറി നമുക്ക് മാർക്കോ 2-ൽ പ്രതീക്ഷിക്കാം. കാരണം ആ സമയത്ത് ആ കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ മരിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പിന്നെ അത് മരിക്കുമെന്നൊന്നും നമുക്ക് അറിയില്ല, അതൊന്നും അവിടെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഹൃദയം അങ്ങനെയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് ഉണ്ണിമുകുന്ദൻ തന്നെയാണെന്ന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അതൊക്കെ റീറൈറ്റ് ചെയ്തിട്ട് പിന്നെയും ഉണ്ണിമുകുന്ദനെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് മാർക്കോ 2-ൽ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത് പടം അടിപൊളിയാണ്. ഫാമിലിക്ക് കാണാൻ പറ്റുമോ ചോദിച്ചാൽ ഫാമിലിക്ക് കാണുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒറ്റ സീന്, ഈ ഒരു ഗർഭിണീൻ്റെ വയറുന്ന ആ ഒരു കുട്ടീനെ എടുക്കുന്ന സീൻ മാത്രമേ ഇഷ്യൂ ഉള്ളൂ. വേറെ അത്ര വലിയ വയലൻസ് ഒന്നുമല്ല. അപ്പം കുട്ടികൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അതുപോലെ തന്നെ ബാക്കിയുള്ള വലിയ ആൾക്കൊക്കെ കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെ എന്ന് പറയാം. അപ്പോൾ അത്ര വലിയ ബ്രൂട്ടൽ ഈ ഒരു സീനൊന്നും ഇതിലില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്കോയിലെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മാർക്കോയും മിഗായലും തമ്മിൽ എന്ത് കണക്ഷൻ ഉണ്ടോ?
അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് പറയും കേട്ടോ. എനിക്ക് ഇതൊക്കെ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് പറയാൻ വേണ്ടി വന്നതായിരുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.